ഞാൻ പഠിപ്പിച്ച ഒരു എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഇപ്പോൾ അവന് ഖത്തറിൽ വർക്ക് ചെയ്യുകയാണ് അല്ലേ, കസിനാണ്. അപ്പം ഇവൻ്റെ ഫാമിലിയിൽ തന്നെ കുറേ ACJ-കാരുണ്ട്. എത്ര ഉണ്ട്? 3 ആളുണ്ട്. അപ്പോൾ ഈ 4ാമത്തെ ആകാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് പലപ്പോഴും ഉള്ളൊരു ഡൗട്ടാണ് ഈ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്നുള്ളത് അല്ലേ. ഇവൻ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? ജോലി കിട്ടിയ 3 പേര് വേറെ ഉണ്ട്. അപ്പോൾ ഇവനിക്കും അത് കിട്ടുമെന്നുണ്ട്, ഒരു ഉറപ്പുണ്ട്. അത് ഇവനിക്കുണ്ടാവില്ല, പക്ഷെ ആർക്കുണ്ട്? ചെയ്ത ആൾക്കുണ്ട് അല്ലേ. ഇപ്പം മിസ്ബ വർക്ക് ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ള ആൾക്കാർക്ക് വർക്ക് ചെയ്യുന്നില്ലേ? എല്ലാവരും വർക്ക് ചെയ്യുകയാണ്. അപ്പം ഈ കോഴ്സ് ചെയ്ത ആൾക്കാരോട് ചോദിച്ചാലാണ് നമുക്കിതിന് സ്കോപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താവുക, മനസ്സിലാവുക. ഇപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റർ ACC ആണ്. അവൾ ACC ചെയ്യാൻ ആഗ്രഹിച്ച് അപ്പോൾ അത് ചെയ്ത്. എൻ്റെ അങ്കിളിൻ്റെ മകൾ CA ആണ്. അപ്പോൾ എനിക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഫീൽഡിലേക്ക് തള്ളിക്കൊണ്ടുവരുന്നുണ്ട്. കാരണം നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് ചെറിയ പൈസക്ക് പഠിക്കാൻ പറ്റുന്ന കോഴ്സ് വേറെ ഇല്ല. ഇപ്പോൾ എല്ലാവരും എന്തുകൊണ്ടാണ് CA ACC ഒക്കെ ചെയ്യുന്നത്, CMA US ഒക്കെ എന്തുകൊണ്ടാണ് CMA ഇന്ത്യക്ക് എല്ലാവരും എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? കുറേ കാരണങ്ങളുണ്ട്. ഒന്ന്, ഇത് പഠിച്ചാൽ നമുക്ക് ജോലി എന്തായാലും കിട്ടും. നമ്മൾ കൊമേഴ്സ് എന്ന് പറയുന്നത് എല്ലാ ഇൻഡസ്ട്രിയിലുമുള്ള ഒരു വളരെ അഭിവാജ്യമായിട്ടുള്ളൊരു ഘടകമാണ്. നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ അവിടെ ഡോക്ടർ മാത്രമല്ല ഉണ്ടാവുക, അക്കൗണ്ടൻ്റ് ഉണ്ടാവും.